ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിക്കാം. മാനസാന്തരം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനമാണ്. തെറ്റ് മനസ്സിലായി കഴിയുമ്പോൾ തിരുത്താൻ തയ്യാറാകണം. വഴിതെറ്റിയാണ് യാത്ര ചെയ്യുന്നത് എന്ന ബോധ്യപ്പെട്ടയാൾ വഴി മാറണം, ശരിയായ വഴി തിരഞ്ഞെടുക്കണം. അത് ചെയ്യാതെ എത്ര വിലപിച്ചാലും പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാലും ഫലമുണ്ടാകുകയില്ല. നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന് വിശുദ്ധ പത്രോസ് അനുസ്മരിപ്പിക്കുന്നത് മാനസാന്തരം ഉണ്ടാകാത്ത അനുതാപ പ്രകടനങ്ങളെക്കുറിച്ചാണ്. യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്യം പ്രാപിക്കാൻ ആവശ്യമായ മാർഗത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാകണം. ദൈവം നൽകിയിരിക്കുന്ന ജീവിത നിയമങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ് ലക്ഷ്യത്തിലേക്ക് നയിക്കുക. ഈ അവബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടെടുക്കണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക. ഓക്കെ, താങ്ക് യു, ബൈ.